അമ്മയുടെ പേരിലുള്ള വീട് വിറ്റ് കിട്ടുന്ന പണം ഉപയോഗിച്ച് മകന്റെ പേരിലുള്ള സ്ഥലത്ത് വീട് വെച്ചാൽ ക്യാപിറ്റൽ ഗെയിൻ ഒഴിവാകുമെന്നാണ്. അത് ഒഴിവാവില്ല. കാരണം വെച്ചാല് അമ്മയുടെ പേരിലുള്ള വീട് വിറ്റ് കിട്ടുന്ന പണത്തിന്റെ ക്യാപിറ്റൽ ഗെയിൻ വരുന്നത് അമ്മയ്ക്കാണ്. ആ പണം ഉപയോഗിച്ച് അമ്മ മകന്റെ പേരിലുള്ള ഒരു സ്ഥലത്ത് വീട് വെച്ചിട്ട് കാര്യമില്ല. കാരണം വെച്ചാൽ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് അമ്മയ്ക്കാണ് ഒഴിവാകുന്നത്. അതിൽ ഏറ്റവും നല്ലൊരു മാർഗം എന്താ വെച്ചാൽ മകന്റെ പ്രോപ്പർട്ടിയില് അമ്മയെ കൂടി ജോയിന്റ് ഹോൾഡർ ആക്കി മാറ്റിയിട്ട് ഒരു വീട് വെക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. കാരണം മറ്റത് അമ്മയുടെ പേരിലാണ് ക്യാപിറ്റൽ ഗെയിൻ വരിക, അമ്മയ്ക്കാണ് ക്യാപിറ്റൽ ഗെയിൻ ഒഴിവാണ്ട് മകനല്ല ക്യാപിറ്റൽ ഗെയിൻ വരുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഡീംഡ് അസറ്റ് എന്നുള്ള പോലെയൊക്കെ നമ്മളത് പറഞ്ഞ് നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുന്ന നേരത്തെ ഒരു കുറി വരുമ്പോൾ അമ്മയും കൂടിയാണ്. പക്ഷെ അതൊക്കെ കുറച്ചൊരു വളഞ്ഞ വഴിയാണ്. അത്തരത്തിൽ പോകാതിരിക്കാൻ ഏറ്റവും നല്ലത് അമ്മയുടെ പേരിൽ കൂടി ഒരു ജോയിന്റ് ഓണർഷിപ്പ് ആയിട്ട് കാണിച്ചിട്ട് ആ വീട് വെക്കുകയും അമ്മയുടെ പേരിൽ അമ്മ തന്നെ ഒരു ഒസ്യത്ത് എഴുതി വെക്കുക. അതായത് പിന്നെ മകന്റെ പേരിലാണല്ലോ വീട് വെച്ചിട്ടുള്ളത്. അപ്പൊ അമ്മയുടെ കാലശേഷം ഈ പറഞ്ഞ പ്രോപ്പർട്ടി അമ്മയുടെ റൈറ്റ് മകന് മാത്രം അവകാശപ്പെട്ടതായിരിക്കും എന്നുള്ള പേരിൽ ഒരു ഒസ്യത്തൊക്കെ എഴുതി വെച്ചിട്ട് അമ്മയെ കൂടി ആ പ്രോപ്പർട്ടിയിൽ ഒരു ജോയിന്റ് ഓണർഷിപ്പ് ആക്കി മാറ്റിയിട്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്യായിരിക്കും അമ്മയ്ക്ക് ക്യാപിറ്റൽ ഗെയിൻ ഒഴിവാകാൻ ഏറ്റവും നല്ലത്.